may be small, but we are strong. We are tiny heroes. ഹലോ കൂട്ടുകാരെ, ഞാൻ കിങ്ങിണി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ടീക്കോ എന്ന ഒരു ചെറിയ ആമയുടെ രസകരമായ കഥയാണ്. വരൂ നമുക്ക് കേൾക്കാം. നൃത്തം പഠിക്കാൻ ആഗ്രഹിച്ച ടീക്കോ. തിളങ്ങുന്ന ഒരു കുളത്തിനരികിൽ താമസിച്ചിരുന്ന ഒരു ചെറിയ ആമയായിരുന്നു ടീക്കോ. എല്ലാ വൈകുന്നേരവും പുൽമേട്ടിൽ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്ന മുയലുകളെയും അണ്ണാനെയും പക്ഷികളെയും അവൻ കണ്ടു. അവ വളരെ വേഗത്തിൽ കറങ്ങി ചാടിക്കറങ്ങി. എനിക്കും അവരെ പോലെ നൃത്തം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ടീക്കോ നെടുവീർപ്പിട്ടു. ഒരു ദിവസം അവൻ തീരുമാനിച്ചു, ഞാൻ ശ്രമിക്കാൻ പോകുന്നു. മൃദുവായ പുല്ലിൽ അവൻ തൻ്റെ ചെറിയ കാലുകൾ വെച്ചുകൊണ്ട് മുയലുകളുടെ ചാട്ടങ്ങൾ പകർത്തി. അവൻ ശ്രമിച്ചു, പക്ഷേ അവൻ്റെ കനത്ത പുറന്തോട് അവനെ വീഴ്ത്തി. അണ്ണാൻ ദയയോടെ ചിരിച്ചു. ഒരു പക്ഷേ നീയും ഞങ്ങളെപ്പോലെ കറങ്ങാൻ ശ്രമിക്കണം, അവർ പറഞ്ഞു. ടീക്കോ പതുക്കെ കറങ്ങി. പക്ഷേ 2 തിരിവുകൾക്ക് ശേഷം അവൻ തല കറങ്ങി പുറകിലേക്ക് ഉരുണ്ടു. അയ്യോ, എനിക്ക് ഒരിക്കലും ഒരു നല്ല നർത്തകനാകാൻ കഴിയില്ല, അവൻ പിറുപിറുത്തു. സങ്കടം തോന്നിയ ടീക്കോ കുളത്തിനരികിലിരുന്നു. ഒരു ബുദ്ധിമാനായ തവള ചാടി വീണു. എന്തുകൊണ്ടാണ് നീ ഇത്ര ദുഃഖിതനായി കാണപ്പെടുന്നത് ചെറിയ ആമേ? എല്ലാവരെയും പോലെ എനിക്കും നൃത്തം ചെയ്യണം, പക്ഷേ ഞാൻ വളരെ മന്ദഗതിയിലുള്ളവനും വികൃതനുമാണ്, ടീക്കോ പറഞ്ഞു. തവള പുഞ്ചിരിച്ചു. ആര് പറഞ്ഞു നൃത്തം എന്നാൽ ഉയരത്തിൽ ചാടുകയോ വേഗത്തിൽ കറങ്ങുകയോ ചെയ്യുക എന്നതാണെന്ന്? നൃത്തം എന്നാൽ സന്തോഷത്തോടെ സംഗീതത്തിനനുസരിച്ച് നീങ്ങുക എന്നതാണ്. നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്തുക. ടീക്കോ ഒരു നിമിഷം ചിന്തിച്ചു. അവൻ എഴുന്നേറ്റു. വശങ്ങളിലേക്ക് പതുക്കെ ആടി. പതുക്കെ തൻ്റെ ചെറിയ കാലുകൾ തട്ടി. ചിലമ്പുന്ന കിളികളുടെയും അലയടിക്കുന്ന കുളത്തിൻ്റെയും താളത്തിനൊത്ത് അവൻ തല ചലിപ്പിച്ചു. ചന്ദ്രന്റെ പ്രകാശം അവൻ്റെ മേൽ പ്രകാശിച്ചു. പെട്ടെന്ന് അവൻ്റെ മന്ദഗതിയിലുള്ള ഭംഗിയുള്ള ചലനങ്ങൾ മാന്ത്രികമായി തോന്നി. കൊള്ളാം ടീക്കോ, നീ മനോഹരമായി നൃത്തം ചെയ്യുന്നു, മുയലുകൾ ആഹ്ലാദിച്ചു. കുളത്തിലെ തിരമാലകൾ പോലെയാണ് നിങ്ങൾ നീങ്ങുന്നത്, പക്ഷികൾ പറഞ്ഞു. ടീക്കോ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. നല്ല നൃത്തം ചെയ്യാൻ എനിക്ക് വേഗത്തിൽ നൃത്തം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. കൂട്ടുകാരെ, ഓരോരുത്തർക്കും സ്വന്തം കഴിവും ശൈലിയുമുണ്ട്. അതിനെ കണ്ടെത്തി സ്വീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ തിളങ്ങുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്